നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ കഴിഞ്ഞിട്ട് അതിനെതിരെ വലിയ രൂപത്തിൽ ഗൂഢാലോചന സിദ്ധാന്തവുമായിട്ട് പടച്ചുവിടുന്ന കുറേ ആളുകളുണ്ട്. നമ്മുടെ നാട്ടിലും അങ്ങനെ കുറേ ആളുകളെ കാണുന്നു. ഇത് അർജൻറ്റീന താരങ്ങളെ അവഹേളിക്കുന്നതിന് തുല്യമാണ്, അവർ തോറ്റുകൊടുത്തു എന്നൊക്കെ പറയാൻ, അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളും അർജൻറ്റീന ഫാൻസാന്ന് പറഞ്ഞ് നടക്കാൻ നാണമില്ലേ? അത് തന്നെയാണിപ്പോൾ ഫെക്കുണ്ടോ മെദീനയും ഫ്ലാക്കോ ലോപ്പസും ലിയാൻഡ്രോ പെരേഡസും ഒക്കെ പറഞ്ഞ വാക്കുകൾ. നോൺസെൻസുകൾ വിശ്വസിക്കാതിരിക്കുക എന്നാണ് പറയുന്നത്. നോക്കുക, ഫെക്കുണ്ടോ മെദീനയും അതുപോലെ തന്നെ ഫ്ലാക്കോ ലോപ്പസും കഴിഞ്ഞ ദിവസം അവരുടെ നാട്ടിലേക്ക് മടങ്ങി, അവർ പരസ്പരം കണ്ടുമുട്ടി. അപ്പോൾ അവിടെ വെച്ചിട്ട് അവർ പറഞ്ഞ വാക്കുകൾ TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്താ പറയുന്നത് നോക്കുക. ഫെക്കുണ്ടോ മെദീനയുടെ വാക്കുകളാണേ. നേരത്തെ ക്ലോഡിയോ ടാപ്പിയയും റോബർട്ടോ അയാളെയും ഒക്കെ പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് എന്ന് വേണമെങ്കിൽ വെക്കാം. അത്തരത്തിലെ വാക്കുകൾ. ഡോണ്ട് ബിലീവ് നോൺസെൻസ്. ഈ വിവരക്കേടുകൾ, ഈ ആളുകൾ, കോൺസ്പിറസി തിയറീസ് പടച്ചുവിടുന്നവർ ഇങ്ങനെ എഴുതി കൂട്ടുന്ന നോൺസെൻസുകൾ വിശ്വസിക്കാതിരിക്കുക. വിവരമില്ലായ്മ, അത് വിശ്വസിക്കാതിരിക്കുക. നിങ്ങൾ ഈ ടീമിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടില്ലേ? ഇതെല്ലാം ഇപ്പോഴും നല്ലൊരു ഗ്രൂപ്പാണ്, മികച്ചൊരു ഗ്രൂപ്പാണ്. ഒരു പ്രശ്നവും ഈ ടീമിനിടയിലില്ല. ഡോണ്ട് ബിലീവ് നോൺസെൻസ്. വിവരക്കേടുകൾ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. ലയണൽ മെസ്സിയും സ്കലോനിയും തമ്മിൽ ടാക്ടിക്സിൻ്റെ പേരിൽ പ്രശ്നങ്ങളുണ്ടായി എന്നൊക്കെ പടച്ചുവിടാൻ കുറേ ആളുകളും ഉണ്ടായിരുന്നു. അതുകൂടി ചേർത്തിട്ടാണ് ഈ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫുട്ബോൾ മാച്ചിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിലുണ്ട്, അതായത് നല്ലൊരു വ്യക്തിയാവുക എന്നുള്ളതാണത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഇതേപോലെ തന്നെ മെദീന വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇതാ ഫ്ലാക്കോ ലോപ്പസും പറയുന്നു. സത്യം പറഞ്ഞാൽ ടീമിനെ സഹായിക്കാൻ കുറേ സമയം നമുക്ക് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇവിടെ നമ്മുടെ ആളുകളുടെ ഇടയിലേക്ക് തിരികെ എത്താൻ പറ്റി. അതൊക്കെ വലിയ സന്തോഷമുണ്ടാക്കുന്നു. നമ്മൾ അർജൻറ്റീനക്കാർ എന്ന നിലയിൽ കൂടുതൽ അഭിമാനം കൊള്ളുകയാണ് വേണ്ടത്. ഇത്തരം നോൺസെൻസുകളുടെ പിന്നാലെ പോവുകയല്ല എന്ന് ഫ്ലാക്കോ ലോപ്പസും പറയുന്നു. ഇപ്പോൾ ഇന്ന് ബൊക്ക ജൂനിയേഴ്സിന് വേണ്ടി കളിക്കാൻ ഇറങ്ങിയല്ലോ ലിയാൻഡ്രോ പെരേഡസ്. കളി കഴിഞ്ഞിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നു ഈ കോൺസ്പിറസി തിയറിയെക്കുറിച്ച്. അദ്ദേഹത്തിൻ്റെ മറുപടി പറയുന്നുണ്ട്, ഇഫ് ഇറ്റ്സ് ബേസ്ഡ് ഓൺ വാട്ട് ഐ ഹിയർ ഐ മസ്റ്റ് ബി ഗോയിങ് ക്രേസി. നിങ്ങൾ ഈ പറഞ്ഞ ഈ കേട്ടിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ വലിയ രൂപത്തിൽ ക്രേസി ആയി പോകും. വട്ടായി പോകും ഇതൊക്കെ കേട്ടാൽ. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതായത് വേൾഡ് കപ്പിന് മുമ്പും വേൾഡ് കപ്പിനിടയിലും വേൾഡ് കപ്പിന് ശേഷവും എന്തൊക്കെയാണ് ആളുകൾ പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗ്രേറ്റ് വേൾഡ് കപ്പാണ്. ഫൈനലിൽ നമ്മളെക്കാൾ നന്നായി കളിച്ചത് സ്പെയിനാണ്, അതുകൊണ്ട് നമ്മൾ തോറ്റു. അതിനപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നുമില്ല എന്നുകൂടി ലിയാൻഡ്രോ പെരേഡസും പറയുന്നു. ഒരു അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.